ബീക്കുവിന്റെ കുടുംബം ചെറിയ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ മധുവും പിന്നെ മകൾ മീരയും ഉണ്ട്. ദിവസം തോറും നിങ്ങളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടേ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചാറ്റ് വ്യാപാരം കളഞ്ഞിട്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? കുറഞ്ഞത് നമുക്ക് നന്നായിട്ട് ആഹാരമെങ്കിലും കഴിക്കാം. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ഈ ചാറ്റ് കട കുറെ കാലങ്ങളായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ആ കട മര്യാദയ്ക്ക് പോകുന്നില്ലത് കൊണ്ട് എനിക്ക് ആ കട മൂടി വെക്കാൻ പറ്റില്ല. ഇനി കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കസ്റ്റമേഴ്സും വന്ന് തീർച്ചയായിട്ടും എന്റെ ചാറ്റ് ഐറ്റം കഴിക്കുന്ന വിശ്വാസമുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ കടയുടെ അടുത്തായിട്ട് രമണി ചാറ്റ് കട ഓപ്പൺ ചെയ്തോ അന്നു മുതൽ എല്ലാരും അവിടെ ചെന്ന് ചാറ്റ് കഴിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കുറെ സാധനങ്ങൾ വെച്ചിട്ട് നല്ല രുചിയുള്ള ചാറ്റ് ഐറ്റംസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യൂ, പക്ഷെ വീട്ടിലേക്ക് കാശ് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ മീരയും കൂട്ടിക്കൊണ്ട് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകും. എന്നെ കൊണ്ട് ഇങ്ങനെ വിശന്ന് ചാകാൻ പറ്റില്ല. നീ ഇങ്ങനെ പറയല്ലേ. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും പൈസ കൊണ്ടുവരാം. ബീക്കു അവന്റെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അവന്റെ കടയുടെ അരികിലേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ പച്ചക്കറി കടയുടെ അടുത്തായി നിന്നു. ചേട്ടാ, എനിക്ക് 2 കിലോ ഉരുളക്കിഴങ്ങും പിന്നെ 2 കിലോ ഉള്ളിയും വേണം. എല്ലാം ഫ്രഷ് അല്ലേ? എന്റെ ചേട്ടാ, നിങ്ങള് ചാറ്റ് കടയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും വേണം ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആ പഴയ ഉരുളക്കിഴങ്ങും ഉള്ളി വാങ്ങിച്ചൂടെ? അത് ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ തന്നേക്കില്ലേ? ആലോചിച്ച് നോക്ക്. ഇല്ലില്ല, ഈ ചാറ്റ് കട ഞാൻ ദിവസവും ഇടുകയാണ്. എനിക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നല്ല ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും തരൂ. ശരി. അപ്പോഴാണ് അവിടേക്ക് രമണിക്ക് വന്നത്. എനിക്ക് 3 കിലോ ഉരുളക്കിഴങ്ങും 3 കിലോ ഉള്ളി തരൂ. ഫ്രഷ് ആയതാണോ? ഇല്ലല്ല, പഴയതനതാ. ഞാൻ കഴിക്കാൻ പോവുകയാണോ? അയ്യോ ചേട്ടാ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഇതല്ലേ കൊടുക്കാൻ പോകുന്നത്? ഇത് നല്ല കാര്യമില്ല ചേട്ടാ. എടോ, ഏത് നല്ലത് ഏത് കെട്ടതെന്ന് നീ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. ഞാൻ എങ്ങനെ വേണമെങ്കിലും ഇട്ടോളൂ. നീ നിന്റെ ചാറ്റ് ഐറ്റത്തിന് ഫ്രഷ് ഉള്ള ഐറ്റം തന്നെ ഇട്ടോളൂ. എന്നിട്ട് നീ തന്നെ കഴിച്ചോ. അത് മാത്രല്ലാതെ നിന്റെ കടയിൽ ആരും വരുന്നില്ലല്ലോ കഴിക്കാൻ. ബീക്കു ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. ബീക്കുവിന് മുൻപ് തന്നെ രമൺ അവന്റെ ചാറ്റ് കട ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. രമണിക് തന്റെ കട തുറന്നതും തന്നെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം അവിടേക്ക് വരാൻ തുടങ്ങി. പിന്നെ ബീക്കുവിന്റെ കടയിലേക്ക് ആരും തന്നെ വന്നില്ല. വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാറ്റ്, സമോസ ചാറ്റ്, ദാഹി ചാറ്റ്, വരൂ വരൂ. ബീക്കു ശബ്ദമിട്ട് തന്റെ വ്യാപാരം ചെയ്തു. എങ്കിലും ആരും തന്നെ ആ കടയിലേക്ക് വന്നില്ല. പക്ഷേ രമണിക്കിന്റെ കടയിൽ ഒരുപാട് ആൾക്കാർ തിങ്ങി നെരുങ്ങി. ആദ്യം എനിക്ക് തരൂ. പറ്റില്ല, ആദ്യം ഞാനാ വന്ന, എനിക്ക് തരൂ. എല്ലാവർക്കും തരാം, ആര് ബഹളം വെക്കല്ലേ. തന്റെ കടയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ബീക്കുവിന് വിഷമം തോന്നി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും ആരും കഴിക്കാൻ വരുന്നില്ലല്ലോ. ദൈവമേ, നിങ്ങളാണ് എനിക്കൊരു വഴി കാണിക്കേണ്ടത്. ബീക്കു രാത്രി വരെ തന്റെ കട തുറന്നു വെച്ചിരുന്നു. പക്ഷെ അവൻ അന്ന് ഒരു വരുമാനവും കിട്ടിയില്ല. അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. ഇന്നും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇന്നും എല്ലാ കസ്റ്റമേഴ്സും രമണീന്റെ അടുത്താണ് പോയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് കട തീർച്ചയായും മൂടിയേ പറ്റൂ. വീട്ടിൽ ആഹാരം ചെയ്യാൻ പോലും ഒന്നുമില്ല. ഈ അവസ്ഥ തുടർന്നാൽ പിന്നെ നമ്മൾ പട്ടിണി കൊണ്ട് ചത്തുപോകും. നീ മിണ്ടാതിരിക്കി, എല്ലാ കാര്യങ്ങളും ശരിയാവും. ഇത് തന്നെയാണ് നിങ്ങൾ 6 മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും മാറിയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, മീരയും വിളിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് കുറച്ചു ദിവസം കൂടി സമയം താ. വീട്ടിൽ ഇന്ന് മാത്രമേ ആഹാരമുള്ളൂ. നാളെ നിങ്ങൾ കാശുമായി വന്നാ നല്ലത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾ തനിച്ച് ജീവിച്ചോളൂ. എന്റെ മോള് വിശന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. എന്തായാലും എന്റെ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് നോക്കും. ശരി. ഒരു വശത്ത് ബീക്കു ചാറ്റ് വിൽക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരുന്നു. മറ്റൊരു വശത്ത് അവന്റെ ഭാര്യ അവളുടെ ദേഷ്യം അധികരിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ബീക്കു ദിവസവും പോലെ ചാറ്റ് റെഡി ചെയ്തു. എന്നിട്ട് അവൻ കടയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ അവനെ പച്ചക്കറി കടക്കാരൻ വിളിച്ചു. എന്താ ചേട്ടാ, ഇന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും നിങ്ങൾക്ക് വേണ്ടേ? ഇല്ല ഏട്ടാ, ഇന്നലെ വാങ്ങിയത് തന്നെ എന്റെ അടുത്തുണ്ട്. ശരി. ബീക്കു അവന്റെ കടയിനരികിലേക്ക് ചെന്നു. എന്നിട്ട് എന്നത്തെയും പോലെ കട തുറന്നു. അടുത്തു തന്നെ രമണും അവന്റെ കട തുറന്നു. രമന്റെ കടയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. വരൂ വരൂ,
കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. അവൻ വിളിച്ചു വിളിച്ചു പറഞ്ഞിട്ടും ആരും തന്നെ വന്നില്ല. ആരും തന്നെ അവന്റെ കടയിലേക്ക് വന്നില്ല. അവന് വളരെ വിഷമമായി. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് മാത്രം ഞാൻ കാശ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടാവില്ലല്ലോ. പിന്നെയും മധു എന്നെ വിട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുമല്ലോ. എനിക്കൊന്നും അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് ബീക്കുവിന്റെ കടയിലേക്ക് ഒരു വയസ്സായ അമ്മ വന്നത്. എന്തു പറ്റി മോനെ, നീ എന്തിനാ കരയുന്നത്? എന്നോട് എന്ത് പറയാനാ അമ്മേ? എന്റെ വിധി തന്നെ അതുപോലെയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്താലും ഒന്നും ശരിയായിട്ട് പോകുന്നില്ല അമ്മേ. ഞാൻ ശുദ്ധമായ സാധനങ്ങൾ കൊണ്ടാണ് ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാരും രമണി കടയിലേക്കാണ് പോകുന്നത്. എന്റെ കുടുംബത്തിലുള്ളവർ എല്ലാരും ഭക്ഷണം പട്ടിണി ദാരിദ്ര്യം കൊണ്ടിരിക്കണം അമ്മേ. നീ വിഷമിക്കേണ്ട മോനെ. ഇത് മാന്ത്രിക മസാലയാണ്. ഇത് നിന്റെ ചാറ്റിൽ നീ ചേർത്താൽ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടേക്ക് വരും. പിന്നെ നിന്റെ എല്ലാ കഷ്ടവും ശരിയാകും മോനെ. വിഷമിക്കേണ്ട മോനെ. ബീക്കു ആ മസാല അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതും തന്നെ ആ അമ്മ അവിടെ നിന്നും മാഞ്ഞുപോയി. ഇവരെവിടെ പോയി? അമ്മേ, അമ്മേ. ബീക്കു ആ അമ്മയെ എല്ലാ സ്ഥലത്തും തേടി നോക്കി. പക്ഷെ അവരെ എവിടെയും കണ്ടില്ല. ഈ അമ്മ ആരാണ്? അവരെവിടെയാണ് പോയത്? അപ്പോഴീ മസാല ശരിക്കും മായ മസാലയാണോ? ബീക്കു ആ മസാല ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മസാല തന്റെ ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്തു. അവൻ അങ്ങനെ ചെയ്തത് തന്നെ എല്ലാ കസ്റ്റമേഴ്സും അവന്റെ കടയിലേക്ക് വന്നു. എനിക്കൊരു ചാറ്റ് തരൂ. എനിക്കൊരു ആലു ചാട്ട്. എനിക്ക് എരിവുള്ള പപ്പടി ചാട്ട്. ഇപ്പൊ തന്നെ എടുത്തു തരാം. ബീക്കു എല്ലാവർക്കും ചാറ്റ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് ഒക്കെ അത് ഇൻട്രസ്റ്റോടെ കഴിച്ചു. ഒരു കസ്റ്റമർ പോയതും തന്നെ അടുത്ത കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ടാണ് ബീക്കു ഇത്രയും കാശ് കാണുന്നത്. കുറച്ചു സമയത്തിനകം തന്നെ അവരുടെ ചാറ്റ്സ് ഒക്കെ കാലിയായി. ഇപ്പോൾ രമണിക്കിന്റെ കടയിൽ ആരും തന്നെ ഇല്ല. രമണി ദേഷ്യത്തോടെ ബീക്കുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ബീക്കു തന്റെ കട മൂടിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ഇതാ എന്റെ മക്കളെ, ഇത് തള്ള കാശ്. ഇത്രയും നിറയെ കാശോ? ഇതാ മോളെ നിനക്കുള്ള ചോക്ലേറ്റ്. അമ്മ ഇവിടെ നോക്കൂ, അച്ഛൻ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. നല്ല അച്ഛൻ. ഇത്രയും കാശ് എവിടെ നിന്നാ കിട്ടിയത്? നമ്മുടെ കടയിലുണ്ടാക്കിയ കാശാണ്. ബീക്കു മധുവിനോട് ആ മാന്ത്രിക മസാലയെ കുറിച്ച് പറഞ്ഞു. വാവ്, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. എടി, ഇതിനു ശേഷം നമുക്ക് നല്ല കാലം പഴിച്ചു. ഇതിനു ശേഷം ഞാൻ വെറും കൈകൊണ്ട് വരാൻ പോകുന്നില്ല. ഒരുപക്ഷെ ആ മാന്ത്രിക മസാല കാലിയായി പോയാൽ? അതിന് എന്റെ അടുത്തൊരു വഴിയുണ്ട്. ബീക്കു ഒരു ചാക്ക് മസാല കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ആ മാന്ത്രിക മസാല ആ ചാക്കിലേക്ക് ഇട്ടു. അപ്പോൾ മുഴുവൻ മസാലയും മാന്ത്രികയുള്ളതായി. ദൈവമേ, ഇപ്പൊ ഈ മൊത്തം മസാലയും മാജിക് മസാലയാണ്. ഇതേപോലെ എപ്പോഴും നമുക്ക് മായ മസാല കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ദിവസവും ഇത്രയും കാശ് നമുക്ക് കിട്ടുമോ? അടുത്ത ദിവസം മുതൽ ബീക്കു വളരെ സന്തോഷത്തോടെ തന്റെ കട തുറന്നു. എന്തുകൊണ്ടെന്നാൽ കട തുറന്ന ഉടൻ തന്നെ അവന്റെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരും. ബീക്കു വളരെ സന്തോഷവാനായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രമണിക്ക് അവന്റെ കട മൂടി. ഇപ്പോൾ ആ ഏരിയയിൽ ബീക്കുവിന്റെ കട മാത്രമേ ഉള്ളൂ. എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ആ മാന്ത്രിക ചാറ്റ് മസാല കാരണമാണ് നടന്നത്.